നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. കുറച്ച് കാലത്തെ ആഗ്രഹമായിരുന്നു ഫോറക്സ് ട്രേഡിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഒരു സീരീസ് തുടങ്ങണം എന്നുള്ളത്. അതിന് ഇന്ന് തുടക്കമാവുകയാണ്. ഫോറക്സ് ട്രേഡിങ്ങിന്റെ ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സീരീസ് തുടങ്ങുന്നത്. ഒപ്പം എനിക്കും നിങ്ങളുടെ കമന്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഈ ഒരു ഫോറക്സ് ട്രേഡിങ്ങിന്റെ സീരീസിലൂടെ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നത്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡിംഗ് എന്ന് പറയാം. ഫോറക്സ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ആണല്ലോ, അത് ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. സാധാരണ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓഹരികൾ, വിവിധ കമ്പനികളുടെ ഓഹരികൾ വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, അതേപോലെ ഈ ഫോറക്സ് ട്രേഡിങ്ങിനകത്ത് കറൻസികൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഇതൊരു ആഗോള മാർക്കറ്റാണ്, ഇന്റർനാഷണൽ മാർക്കറ്റാണ്. 24 മണിക്കൂറും ഈ മാർക്കറ്റ് അവൈലബിൾ ആണ്. പല സെഷനുകളായിട്ട് അവൈലബിൾ ആണ്. 24 മണിക്കൂർ അവൈലബിൾ, 5 ദിവസം ഉണ്ടാവും. 7 ദിവസം ഇല്ല, 5 ദിവസം ഉണ്ടാവും. 24 മണിക്കൂറും മാർക്കറ്റ് അവൈലബിൾ. അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഏത് സെഷനുകളിൽ വേണ്ടി, പല സെഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സെഷൻ, ഏഷ്യൻ സെഷൻ ഉണ്ട്, അതുപോലെ തന്നെ US സെഷൻ ഉണ്ട്, ന്യൂയോർക്ക് സെഷൻ ഉണ്ട്, ലണ്ടൻ സെഷൻ ഉണ്ട്. ഇങ്ങനെ ഓരോ സെഷനുകളുണ്ട്. ഈ സെഷനുകളിലെല്ലാം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ 24 അവേഴ്സ് നമുക്ക് ട്രേഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അതേപോലെ 5 ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ബെറ്റർ. കറൻസികളാണ് മെയിൻലി ട്രേഡ് ചെയ്യപ്പെടുക. കറൻസികൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോറക്സ് ട്രേഡിംഗിൽ നോക്കുമ്പോൾ യൂറോ USD, GBP USD, AUD USD എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കറൻസി പെയറുകൾ നമ്മൾ കാണാൻ പറ്റും. എന്താണ് ഈ സംഭവം? നോർമലി ഓരോ രാജ്യത്തിനും ഓരോ കറൻസി ഉണ്ടല്ലോ. US ഡോളർ, അതുപോലെ തന്നെ പൗണ്ട്, അതേപോലെ ഓസ്ട്രേലിയൻ ഡോളർ, ഇങ്ങനെ പല ഡോളേഴ്സ്. ഇതിന്റെ ഫുൾ പേരല്ല ഉള്ളത്, ഇതിലെ 3 ലെറ്ററുകൾ മാത്രമാണ് ഉള്ളത്. മനസ്സിലായേ? GBP ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട്, അതേപോലെ AUD ഓസ്ട്രേലിയൻ ഡോളർ, USD US ഡോളർ. അങ്ങനെ ഓരോ സാധനത്തിനെയും എന്ത് ചെയ്യുക, ഒരു 3 ലെറ്ററിലാണ് അറിയപ്പെടുക. വിക്രമാദിത്യനൊന്നിച്ച് വേതാളമുള്ള പോലെ എപ്പോഴും ഈ പറഞ്ഞ മെയിൻ കറൻസിയുടെ കൂടെ ഒരു ബേസ് കറൻസിയുടെ ഒരു കോഡ് കറൻസി കൂടി ഉണ്ട്, ഒരു അഡീഷണൽ ഒരു കറൻസി കൂടി ഉണ്ട്. അപ്പൊ യൂറോ USD, GBP USD, AUD USD എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരു കോഡ് കറൻസി കൂടി ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ എന്താണ് ഈ കോഡ് കറൻസി, ബേസ് കറൻസി? ബേസ് കറൻസി എന്ന് പറഞ്ഞത് നമ്മൾ കോഡ് കറൻസി, അതായത് എത്രയാവും ഈ ഒരു ബേസ് കറൻസി പർച്ചേസ് ചെയ്യാൻ കോഡ് കറൻസി എത്രയാവും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. യൂറോ USD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറൻസി ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ, ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ട് ഉണ്ട്. ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഒരു ചാർട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിനകത്ത് യൂറോ USD എന്ന് പറഞ്ഞൊരു ചാർട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് യൂറോ കറൻസി പർച്ചേസ് ചെയ്യാൻ എത്ര US ഡോളർ വേണം, യൂറോ എന്ന കറൻസി പർച്ചേസ് ചെയ്യാൻ എത്ര US ഡോളർ വേണം, അതിന്റെ പ്രൈസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ യൂറോ USD-നെ അപേക്ഷിച്ചിട്ട് മേളിലേക്ക് കയറുമോ ഇറങ്ങുമോ, ഇതാണ് നമ്മുടെ നിഗമനം. ഇപ്പോഴുള്ള യൂറോയുടെ പ്രൈസ്, യൂറോ USD പ്രൈസ് 1.1625. ഇത് മേളിലേക്ക് കയറുമോ ഇറങ്ങുമോ? അപ്പൊ മേളിലേക്ക് പോകും എന്നാണ് നമ്മൾ US ഡോളറിനെ അപേക്ഷിച്ചിട്ട് യൂറോ മുകളിലേക്ക് പോകും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് യൂറോ USD ബൈ ചെയ്യാം. ഇനി USD-നെ അപേക്ഷിച്ച് യൂറോ താഴോട്ട് പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇതിനെ വേണമെങ്കിൽ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ബൈയും നമുക്ക് ചെയ്യാം, സെല്ലും ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ബൈ ചെയ്യാൻ, ഷോർട്ട് സെല്ലിംഗ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് നോർമലി എല്ലാവരും ബൈ ആണ് ചെയ്യുക. ഇവിടെ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. 24 മണിക്കൂറും ചെയ്യാം, 5 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ കറൻസി, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും കറൻസി നമുക്ക് ചെയ്യാൻ പറ്റും. INR ബേസ് ചെയ്തിട്ട് എല്ലാ ബ്രോക്കറിലും കറൻസി ട്രേഡിംഗ് അലൗഡ് ആണ്. ഇതിപ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ ലോകത്തിലെ എല്ലാ കറൻസികളും നമുക്ക് ചെയ്യാം. ഇന്ത്യൻ മാർക്കറ്റിലും കറൻസി ട്രേഡിംഗ് അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത് ഫോറക്സ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യം. അതായത് ബേസ് കറൻസിന്നും കോഡ് കറൻസി. ബേസ് കറൻസി എന്ന് പറഞ്ഞാൽ യൂറോ USD, യൂറോ USD യൂറോ ബേസ് കറൻസിയും USD എന്ന് പറഞ്ഞാൽ കോഡ് കറൻസിയാണ്. അപ്പം യൂറോ പർച്ചേസ് ചെയ്യാൻ എത്ര USD വേണം, ഇതാണ് അതിന്റെ കണക്ക്. മനസ്സിലായില്ലേ? USD-യിലായിരിക്കും അതിന്റെ പ്രൈസ് ഉണ്ടാവുക. യൂറോ പർച്ചേസ് ചെയ്യാൻ എത്ര USD വേണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിക്രമാദിത്യനും വേതാളം ഓർക്കുക. വിക്രമാദിത്യം എന്ന് പറയുന്നത് മെയിൻ ബേസ് കറൻസിയാണ്, വേതാളം എന്ന് പറയുന്നത് കോഡ് കറൻസിയാണ്. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ പോവാം. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചാണ് ഒരു പെയറുകളായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകാൻ. അപ്പോൾ എപ്പോഴും പെയറുകളായിട്ട് ഇവിടെ കറൻസികൾ ഉണ്ടാവുക. ഇനി ഫോറക്സ് ട്രേഡിംഗ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലാണെങ്കിൽ ഡിഫറെന്റ് ബ്രോക്കേഴ്സ് ഉണ്ട്, അവിടെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ ലെവലിലാണെങ്കിൽ ഒരുപാട് ഫോറക്സ് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്, ഒരുപാട് കമ്പനികൾ അവൈലബിൾ ആണ്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഫോറക്സ് ട്രേഡിംഗ്, ഫോറക്സ് കറൻസി ട്രേഡിംഗ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ബട്ട് ഈ ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്ന ഇവിടെ പ്രത്യേക നിയമനിർമ്മാണങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ ചെയ്യേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ബട്ട് ഇത് റെഗുലേറ്റഡ് അല്ല. മുൻപ് നമ്മൾ ക്രിപ്റ്റോ കറൻസി ഒക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. അന്ന് ഇത് റെഗുലേറ്റഡ് അല്ലായിരുന്നു. ക്രിപ്റ്റോ കറൻസി ആർക്കും വേണം ട്രേഡ് ചെയ്യാം, നോ ഇഷ്യൂസ്. ബട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ലൈക്ക് ഒരു ബ്രോക്കർ നമ്മൾ ട്രേഡ് ചെയ്തു, നമ്മളെ പറ്റിച്ചു, ബ്രോക്കർ നമ്മൾക്ക് പൈസ തന്നില്ല, പേ ഔട്ട് തന്നില്ല, അല്ലെങ്കിൽ ബ്രോക്കർ നമ്മൾ ഫണ്ട് ഇട്ടു,
എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഇതൊരു റെഗുലേറ്റഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എന്തായാലും സാധിക്കില്ല. പ്രത്യേക നിയമനിർമ്മാണങ്ങൾ ഒന്നുമില്ലാത്ത ഒരു കാര്യമാണ് ഇത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു കേസിൽ പറയുന്നത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ചെയ്യുന്നൊരു പ്രശ്നമില്ല. ഇന്ത്യയുടെ കേസാണ് പറയുന്നത്. ബട്ട് UAE പോലെയുള്ള മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് എല്ലാ രാജ്യങ്ങളിലും ഒട്ടുമിക്ക രാജ്യങ്ങളിലും അലൗഡ് ആണ്. അവിടെയൊക്കെ ചെയ്യുന്നതിന് നോ ഇഷ്യൂസ്. ഇന്ത്യയിൽ മാത്രമുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ബട്ട് ഇന്ത്യയിൽ എത്രയോ ആൾക്കാർ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ എല്ലാ റിസ്ക്കും നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് എന്ന് മാത്രം ഓർത്തിട്ട് ഫോറക്സ് ട്രേഡിംഗ് നമുക്ക് ചെയ്യാം. ഓക്കെ. ബട്ട് ഇന്ത്യയിൽ പ്രത്യേക നിയമനിർമ്മാണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന പല ബ്രോക്കേഴ്സ് ഉണ്ട്. ലൈക്ക് എക്സം, എക്സ്നസ്, വാൻറ്റേജ് ആൻഡ് കുറേ ബ്രോക്കേഴ്സ് ഒരുപാട്. ഈ ബ്രോക്കേഴ്സിനൊന്നും ഇവിടെ ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരെല്ലാവരും ഒട്ടുമിക്ക ബ്രോക്കേഴ്സും ഇതിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റും വിഡ്രോ ചെയ്യുന്നതൊക്കെ ഡിജിറ്റൽ കറൻസികൾ വഴി, അതായത് ക്രിപ്റ്റോ കറൻസികൾ വഴി. അതുപോലെ തന്നെ ചില കമ്പനികൾ INR ഡെപ്പോസിറ്റ് വിഡ്രോയിലൊക്കെ അലൗഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ P2P സിസ്റ്റം വെച്ചിട്ട്, അതേപോലെ മറ്റുള്ള സ്ക്രില്ല്, നെറ്റല്ലർ, അങ്ങനെ കുറേ പേയ്മെന്റ് പ്രോസസ്സർ ഉണ്ട്, ഡിജിറ്റൽ പേയ്മെന്റ് പ്രോസസ്സ്. അങ്ങനെയുള്ള പ്രോസസ്സസ് വെച്ചിട്ടൊക്കെ ഫണ്ട് ലോഡ് ചെയ്യുകയും വിഡ്രോ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. എല്ലാ കമ്പനികൾക്കും പലവിധ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്നത്. ബട്ട് ബേസിക്കലി എല്ലാ കമ്പനികളുടെയും ആപ്പുകൾ മെയിൻ ആയിട്ടുള്ള ഒരു 1-2 കമ്പനികളിലേക്ക് എത്തിപ്പെടും. അതായത് ഇതിനെ മെറ്റ കോഡ്സ് എന്നുള്ള ഒരു കമ്പനിയാണ് ഇതിനെ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് iOSൽ അവൈലബിൾ MT4, MT5 എന്ന് പറഞ്ഞിട്ടുള്ള 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻസ് വഴിയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. അവരുടെ ബ്രോക്കേഴ്സിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുകൂടാതെ ബ്രോക്കേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്ത്, ബ്രോക്കേഴ്സിന് എപ്പോഴും ഒരു വലിയൊരു വൈഡ് റേഞ്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ട്രേഡ്സും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആപ്പാണ് MT5, MT4 എന്ന് പറയുന്നത്. ഈ ആപ്പിലൂടെയാണ് നമുക്ക് ട്രേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുക. ബ്രോക്കേഴ്സിന്റെ ആപ്പിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ചില ബ്രോക്കേഴ്സ് ഈ MT4, MT5 പോലെ മെറ്റാകോഡ്സിന്റെ പോലെ തന്നെ മറ്റൊരു സീ ട്രേഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, മാച്ച് ട്രേഡർ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ, അങ്ങനെ ഡിഫറെന്റ് കുറെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെ കൂടെയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രേഡുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ MT4, MT5 ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്, ബട്ട് ഫാസ്റ്റ് ആയിരിക്കും. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യും. വേറെ ചാർജസ് കാര്യങ്ങളൊന്നുമില്ല. ഓരോ ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം ഏതാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സീ ട്രേഡർ വേണോ, അല്ലെങ്കിൽ മാച്ച് ട്രേഡർ വേണോ, MT4 വേണോ, MT5 വേണോ, ഓർ ട്രേഡിംഗ് വ്യൂ വേണോ. ഇവൻ ഈ ട്രേഡിംഗ് വ്യൂയിലൂടെ പോലും ട്രേഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പല ബ്രോക്കേഴ്സും. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് ബൈ സെല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെർമിനലൊക്കെ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ കാണാൻ പറ്റും. അങ്ങനത്തെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിപ്പോൾ എല്ലാ ബ്രോക്കേഴ്സിലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ബ്രോക്കേഴ്സിന്റെ സൈഡിലും ഇന്ത്യയിലെ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പല ബ്രോക്കേഴ്സിന് ഡിഫറെന്റ് കൈൻഡ് ഓഫ് അക്കൗണ്ടുകളുണ്ട്, പല ടൈപ്പ് അക്കൗണ്ടുകളുണ്ട്. ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടുകളുണ്ട്, അതേപോലെ തന്നെ ചാർജ് കുറഞ്ഞ അക്കൗണ്ടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു കറൻസി ട്രേഡിങ്ങിലേക്ക് തിരിച്ച് നമ്മൾ വരുമ്പോൾ ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ കറൻസി മാത്രമല്ല ഉള്ളത്, ക്രിപ്റ്റോസ് ട്രേഡ് ചെയ്യാൻ പറ്റും, കമോഡിറ്റീസ്, ഇൻഡീസസ്, ഇങ്ങനെയുള്ള പല അസറ്റ്സുകളൊക്കെ ട്രേഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് പിന്നീട് വരാം. ഞാൻ കറൻസിയിലേക്ക് മാത്രം വരാം. കറൻസിയിൽ വരുമ്പോൾ നമുക്ക് ഒരേ സമയം ഞാൻ നേരത്തെ പറഞ്ഞു ബൈയും ഈ പെയറുകൾ ബൈയും ചെയ്യാം, സെല്ലും ചെയ്യാൻ പറ്റും. താഴോട്ട് പോകുന്നുള്ള ഉദ്ദേശത്തിലാണ് നമുക്ക് സെല് ചെയ്യാം, മേളിലേക്ക് പോകുന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കറൻസി ഇപ്പോൾ യൂറോ USD 1 ആണെന്ന് വിചാരിക്കുക, $1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ യൂറോ USD $1 നിന്നും ഒരു 1.1 പോവാണ്, മൂവ് ചെയ്യാണ്. 1.1 ബൈ ചെയ്യുക, നമ്മൾ ബൈ ചെയ്തു, 1.1 മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രോഫിറ്റ് ആയി. മനസ്സിലായില്ലേ? ആ 1.1 10 സെന്റ് നമുക്ക് അധികമായിട്ട് ലാഭമായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ 10 സെന്റ് നമുക്ക് ലാഭമായിട്ട് കിട്ടുമ്പോൾ ഒരു ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 10 സെന്റ് ലാഭമായിട്ട് കിട്ടുക. അങ്ങനെയുള്ള 10 ക്വാണ്ടിറ്റി മേടിക്കാം, 100 ക്വാണ്ടിറ്റി, 1000 ക്വാണ്ടിറ്റി നമുക്ക് മേടിക്കാൻ പറ്റും. ഒരുപാട് എമൗണ്ട് നമുക്ക് തുക വരും, ഇത് വാങ്ങിക്കാൻ പറ്റും, വലിയൊരു എമൗണ്ട് വേണ്ടി വരും. എന്നാൽ ഫോറക്സ് ട്രേഡിംഗിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ലെവറേജ് സിസ്റ്റം ഉണ്ട്. ലെവറേജ് എക്സ്പോഷർ എന്ന് പറയാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു $10,000 ട്രേഡ് ചെയ്യാൻ നമുക്ക് വേണം എന്ന് വിചാരിക്കാം. അപ്പോൾ $10,000 ഉണ്ടെങ്കിലേ നമുക്ക് പർട്ടിക്കുലർ അസറ്റ് വാങ്ങിക്കാൻ പറ്റും. മീൻസ് അത്രയും ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ $1 കണക്ക്, അപ്പോൾ 10,000 ക്വാണ്ടിറ്റി മേടിക്കും, $10,000 വേണം. ആ $10,000 നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? എന്നാൽ ഈ പറഞ്ഞ ഫോറക്സ് ട്രേഡിങ്ങിനകത്ത് ലെവറേജ് അവൈലബിൾ ആണ്. പല കമ്പനികളും ഒരുപാട് ലെവറേജ് 500, 100, 1000, 2000 ഒക്കെ ലെവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുണ്ട്. ഇപ്പോൾ ഒരു 100 എന്നുള്ള ലെവറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ, ഒരു ബ്രോക്കർ ആണെങ്കിൽ, $100 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, $100 ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ $10,000 വർത്ത് ആയിട്ടുള്ള അസറ്റ്സ് നമുക്ക് ഈ പറഞ്ഞ കറൻസി നമുക്ക് ട്രേഡ് ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം അവർ 1:1000 ലെവറേജ് തരുന്നുണ്ട്. ഇത് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിത് ലെവറേജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, ഓർ നമുക്ക് രണ്ടാമത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സെറ്റിംഗ്സിനകത്ത് കയറിയിട്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചിട്ട് ലൈവിൽ കാണിച്ചിരും. ഇപ്പം ഞാനിത് ബ്രോക്കറിന്റെ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണിച്ചിരും. ഇപ്പോൾ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകണം. ഇനി അടുത്തതാണ് ഇതിന്റെ ചാർജസ് കാര്യങ്ങൾ. ചാർജസിനെ പിപ്പ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ പിപ്പ് എന്ന് പറയുന്ന ചാർജസിനെ അല്ല ശരിക്കും പിപ്പ് എന്ന് അറിയപ്പെടുക. നമുക്ക് ഇതിന്റെ
മൂവ്മെന്റ് ഉണ്ടല്ലോ, ഇതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റ് ശരിക്കും പിപ്പ് എന്ന് അറിയപ്പെടും. അപ്പോൾ ആ പിപ്പ് ഞാൻ കാണിച്ചു തരാം, കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇത് യൂറോ USD എന്നുള്ള ഒരു കറൻസിയാണ്, ഒരു പെയറാണ്. യൂറോ USD-നെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കിടക്കുന്നത്. അതായത് ഒരു യൂറോ വാങ്ങിക്കാൻ എത്ര USD വേണം എന്നാണ് ഈ കണക്ക്. ഇപ്പോൾ 1.1625 എന്ന് വിചാരിക്കാം. ഈ ഒരു 8 എന്നുള്ളത് ഒരു 9-10 പോയി ഇത്ര പിപ്പ് മൂവ് ചെയ്തു, 2 പിപ്പ് മൂവ് ചെയ്തു, 5 പിപ്പ് മൂവ് ചെയ്തു, 10 പിപ്പ് മൂവ് ചെയ്തു. അങ്ങനെയാണ് ഇതിനെ പറയാം. മനസ്സിലായില്ല? അവസാനം ഉള്ളത് നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് 1, 2, 3 അങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ചാർജ് വരും. ആ മൂവ്മെന്റിനാണ് പിപ്പ് എന്ന് പറയാം. ഇനി ഇവരെ ചാർജ് എന്ന് പറയുന്നത് ഓരോ ബ്രോക്കേഴ്സും പല അക്കൗണ്ടിനും പല ചാർജാണ്. ഇപ്പൊ ചില ഇതിന് 1.6 പിപ്പ് അല്ലെങ്കിൽ 1 പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 5.9 പോയി കഴിഞ്ഞാൽ ആ ചാർജ് ആയി. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1.1625 ആണ് റേറ്റ് ഉള്ളതെങ്കിൽ നമ്മളിത് 1 പിപ്പാണ് നമ്മുടെ ചാർജ് എങ്കിൽ, നമ്മളിത് ബൈ ആണ് ചെയ്യുന്നെങ്കിൽ, നമ്മൾ ഒരു ബൈ ഓർഡർ ഈ പ്രൈസിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് പർച്ചേസ് ആവുന്ന എത്രയിലെന്ന് അറിയോ? 1.1625 ബൈ ആവുക. 1 പിപ്പ് അവർ ചാർജ് ആണ്. അപ്പൊ ചാർജ് നേരത്തെ അവർ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അതിനേക്കാൾ മേളിലുള്ള പ്രൈസിൽ ബൈ ആയതായിരിക്കും നമ്മൾ കാണിക്കുക. 1.1625 പർച്ചേസ് ആയ പോലെ ആയിരിക്കും കാണിക്കുക. ബേസിക്കലി നമ്മൾ പർച്ചേസ് ചെയ്ത് അതിന് താഴെയുള്ള പ്രൈസിലാണ് ബൈ ചെയ്യുന്നത് കേട്ടോ. 1.1625 നമ്മൾ കറക്റ്റ് ബൈ ചെയ്യുന്നത്. ബട്ട് അത് കാണിക്കുന്നത് 1.1625 ബൈ ചെയ്തതായിട്ട് കാണിക്കുക. അപ്പൊ നമ്മൾക്ക് അക്കൗണ്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നഷ്ടത്തിലാണ് ഉണ്ടാവുക. കാരണം ആ നഷ്ടം എന്ന് പറയുന്നത് അവരുടെ ബ്രോക്കറിന്റെ ചാർജ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ കണക്ക്. സെല്ല് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് തന്നെയാണ് വരിക. നമുക്ക് അവിടെ വേണ്ടി സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ബൈ ചെയ്യാം. ഇത്ര മാത്രം കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. കോഡ് കറൻസി, ബേസ് കറൻസി, അതേപോലെ തന്നെ ആ കറൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കറൻസി ഉള്ളത്. അതുപോലെ പിപ്പ്, ഓരോ മൂവ്മെന്റിനനുസരിച്ച് പിപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 24/5 ഡേയ്സ് ട്രേഡിംഗ് അവൈലബിൾ ആണ്. ഓരോ സെക്ഷൻസ് ഉണ്ട്. ഏഷ്യൻ സെഷൻസ്, അതുപോലെ തന്നെ ന്യൂയോർക്ക്, ലണ്ടൻ സെഷൻസ്, ഇങ്ങനെ ഓരോ സെഷൻസ് ഉണ്ട്. അതിന്റെ ടൈം കൃത്യമായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ഇപ്പോൾ US ഡോളർ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുക ന്യൂയോർക്ക് സെഷൻസിലാണ്. വൈകുന്നേര സമയങ്ങളിലാണ്, US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് ന്യൂസുകൾ ബേസ് ചെയ്ത് മാർക്കറ്റ് വലിയ രീതിയിൽ മൂവ്മെന്റ് പോയിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ ട്രംപ് എന്തെങ്കിലും വന്നിട്ട് ഒരു ചെറിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഇട്ടാൽ പോലും നമുക്കത് ഈ പറഞ്ഞ കറൻസി ട്രേഡിങ്ങിലെ എല്ലാ ഫോറക്സിലെ മറ്റുള്ള എല്ലാ അസറ്റ്സുകളെയും അത് ബാധിക്കും എന്നതാണ് കാര്യം. അപ്പോൾ ന്യൂസുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇവിടെ. പല രാജ്യങ്ങളുടെ പുതിയ പോളിസീസ്, അതൊക്കെ ഈ ന്യൂസ് അപ്ഡേറ്റിൽ വരും. പോളിസീസ് കാര്യങ്ങളൊക്കെ ഇതിനെ ബേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ട്രേഡിങ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ പറ്റും. പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാനുള്ള കുറേ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു സീരീസിൽ പഠിക്കാം. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്ത്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രോക്കറിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, MT5 കണക്ട് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് എടുക്കുന്നത് എങ്ങനെ, ബൈ എടുക്കുക, എങ്ങനെ സെൽ എടുക്കുക, എന്തിനെ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുക, ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, ഒരുപാട് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചെറിയ രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യുന്നു. ഇത് തവണ ഞാൻ ഇങ്ങനെ ബേസിക് ആയതുകൊണ്ട് ഒരു ആമുഖം എന്ന രീതിയിൽ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നില്ല. അടുത്ത തവണ മുതൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലോ ഓർ മൊബൈലിന്റെ സ്ക്രീനിൽ കാണിക്കേണ്ടത് മൊബൈലിന്റെ സ്ക്രീനിലും കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി ഇതിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. കൂടുതലായിട്ടുള്ള സീരീസും വീഡിയോകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കാനും. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സുനീഷ് ഷോഡി സൈനിങ് ഓഫ്. ബൈ.